ഡിമാർക്കേഷൻ ബിറ്റ്വീൻ അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് എ നെസസിറ്റി. നമ്മളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ അതിനകത്ത് ഒരു എക്സാമ്പിളും ഡിസ്കസ് ചെയ്യുകയുണ്ടായി, അഗ്രികൾച്ചറൽ കോമ്പോസിറ്റ് ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന. ഇനി മറ്റൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എ ഷുഗർ ഫാക്ടറി crushed 41,000 quintals of sugar cane during the previous year, out of which 6,000 quintals of cane was produced on its own farm at a cost of rupees 13,20,000. The remaining sugar cane was purchased from the market at the following rates. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഷുഗർ മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിലൊക്കെ ആകുമ്പോൾ അവരുടെ ഇൻകം എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഇൻകം ആയിരിക്കും. അപ്പൊ ആ കോമ്പോസിറ്റ് ഇൻകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷുഗർ കെയിൻ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോ ഈ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു ഷുഗർ ഫാക്ടറിക്ക് പ്രീവിയസ് ഇയറിൽ 41,000 കിൻഡൽ ഷുഗർ കെയിൻ ആണ് അവർക്ക് ആ വർഷം എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന അതിന്റെ കൺസംഷൻ എന്ന് പറയുന്നത്, പ്രൊഡക്ഷന് വേണ്ടി വേണ്ടത്. ഈ 41,000 കിൻഡലില് 6,000 കിൻഡൽ ഷുഗർ കെയിൻ അവരെന്ത് ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് അവരുടെ ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് വന്ന കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ആണ് 13,20,000 എന്ന് പറയുന്ന എമൗണ്ട്. ബാക്കിയുള്ള 35,000 കിൻഡൽ അല്ലെ, 41,000 എന്ന് 6,000 കുറച്ച് ബാക്കിയുള്ള 35,000 കിൻഡൽ ഷുഗർ കെയിൻ അവർ വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 6,000 കിൻഡൽ മാത്രമേ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി വരുന്ന 35,000 കിൻഡലും അവർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒരേ സമയത്തല്ല വാങ്ങിച്ചത്, പല സമയത്ത് വാങ്ങിച്ചതുകൊണ്ട് പല റേറ്റിലാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ റേറ്റും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ 20,000 കിൻഡൽ at rupees 279 per kindle, 5,000 kindle at rupees 282 per kindle, 10,000 kindle at rupees 288 per kindle. അങ്ങനെ 3 തവണയായിട്ട് ഇത് വാങ്ങുന്ന സമയത്ത് 3 ഡിഫറെന്റ് റേറ്റിലാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മൊത്തം 35,000, 20,000 പ്ലസ് 5,000 പ്ലസ് 35,000 കിൻഡലായി. During the previous year, the factory earned a profit of rupees 5. മൊത്തം ആ വർഷം ആ ഫാക്ടറി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് 5 ലക്ഷം രൂപയാണ്. ഡിറ്റർമിൻ സെപ്പറേറ്റ്ലി അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. എന്തായിരിക്കും ഈ ഷുഗർ ഫാക്ടറിയുടെ അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകം? അതാണ് നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇതിനകത്ത് കോമ്പോസിറ്റ് ഇൻകം വരുന്നുണ്ട്. കാരണം ഈ ഷുഗർ ഫാക്ടറി ആ വർഷം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അവർ ആ വർഷം മാനുഫാക്ചർ ചെയ്യുന്ന ഷുഗർ കെയിന്റെ സെയിലിലൂടെയാണ്. അപ്പൊ ആ ഷുഗറിന്റെ സെയിലിലൂടെയാണ്. അപ്പൊ അതിനാവശ്യമായ റോ മെറ്റീരിയൽ ഷുഗർ കെയിൻ അവർ ഒരേ സമയത്ത് അവർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ അവരത് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ഇവിടെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ വേണം ചെയ്യാൻ. മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്രൊഡ്യൂസ് അല്ലെ കൾട്ടിവേറ്റഡ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. അതായത് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന എത്ര ക്വാണ്ടിറ്റി ഇവർ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ മാർക്കറ്റിലെ വാല്യൂ എത്രയാണോ അത് നമ്മൾ നോക്കണം. ആ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യണം, അതിന് വന്ന ആക്ച്വലി ഈ സ്ഥാപനത്തിന് വന്ന കൾട്ടിവേഷൻ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം അതിന്റെ ഷുഗർ കെയിന്റെ മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. എത്ര രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ റേറ്റ്, പല റേറ്റ് ആണ്, ഒറ്റ റേറ്റ് നമുക്ക് റേറ്റ് എടുത്താൽ മതി. ഇപ്പൊ 6,000 കിൻഡലാണ് ഇവര് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുക. കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ മൈനസ് അതിന്റെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് 6,000 കിൻഡലാണ് ഇവിടെ ഷുഗർ കെയിൻ ഇവര് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തിന്റെ മാർക്കറ്റ് പ്രൈസ് എടുക്കണം, പെർ കിൻഡൽ എടുക്കണം അല്ലെ. അത് 3 സമയത്തായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അതിന്റെ വെയിറ്റഡ് ആവറേജ് കമ്പ്യൂട്ട് ചെയ്യണം. വെയിറ്റഡ് ആവറേജ് പ്രൈസ് എത്ര വരുന്നുണ്ട്, ആ വർഷം വാങ്ങിച്ച 35,000 കിൻഡലിന് വന്നിട്ടുള്ള മാർക്കറ്റ് വാല്യൂവിന്റെ ആവറേജ് എത്രയാണ്. അപ്പൊ അതിന്റെ വെയിറ്റഡ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ആവറേജ് കാൽക്കുലേറ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യാണ്. അവിടെ ചെയ്യുന്ന ഇതാണ്.
20,000 Kindle at 279 per Kindle. Its product is 55,80,000. Then 5,000 Kindles at rupees 282 per Kindle, rupees 14,10,000. 10,000 into 288 per Kindle, that is 28,80,000. അല്ലേ? അത് മൂന്നിന്റെയും നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും ഓരോ സമയത്തുമുള്ള ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് കിട്ടും. ഇപ്പൊ ഇതില് മൊത്തത്തിൽ ആ വർഷം ഇതിനു വേണ്ടി വന്നിട്ടുള്ള മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 98,70,000 ആണ്. അല്ലെ? നമ്മൾ അതിന്റെ ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യാണ്. 98,70,000 ഡിവൈഡ് ബൈ 35,000 കിൻഡിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലെ? 20,000 പ്ലസ് 5,000 പ്ലസ് 10,000. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ 35,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 98,70,000 ഡിവൈഡ് ബൈ 35,000. ആവറേജ് കിട്ടുന്നത് 282 ആണ്. 282 രൂപയാണ് ഒരു കിൻഡലിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ 6,000 ക്വിന്റലാണ് ഇവർ മാനുഫാക്ചർ ചെയ്തത് അല്ലെ? അപ്പോൾ 6,000 ക്വിന്റൽ ഷുഗർ കെയിനിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് വരും? നമ്മൾ ജസ്റ്റ് അതിന്റെ ക്വാണ്ടിറ്റിയെ അതിന്റെ ആവറേജ് മാർക്കറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6,000 ക്വിന്റൽസ് at rupees 282. So the market value of cane produced is rupees 16,92,000. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 6,000 ക്വിന്റൽ മാനുഫാക്ചറിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ള മാനുഫാക്ചറിങ് കോസ്റ്റ് ക്വസ്റ്റൻ അത് പറയുന്നുണ്ട് അല്ലെ? അതിന്റെ കോസ്റ്റ് rupees 13,20,000 ആണ്. So this amount of rupees 13,20,000 is deducted. Okay, then 16,92,000 minus cost of cultivation rupees 13,20,000. Then agricultural income is rupees 3,72,000. അപ്പോൾ ഈ ഷുഗർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ 3,72,000 എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദെൻ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ മൊത്തം ഈ ഫാക്ടറിയുടെ ആ വർഷത്തേക്കുള്ള പ്രോഫിറ്റ് 5 ലക്ഷം രൂപയാണ് അല്ലെ? ആ 5 ലക്ഷം രൂപയിൽ 3,72,000 രൂപ 3,72,000 എന്ന് പറയുന്ന എമൗണ്ട് ഈ ഫാക്ടറിയുടെ അഗ്രികൾച്ചറൽ ഇൻകം ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി വരുന്ന ഇൻകം എന്തായിരിക്കും? അവരുടെ ബിസിനസ് ഇൻകം ആയിരിക്കും. ടാക്സബിൾ ഇൻകം ആണ്, ടോട്ടൽ ഇൻകത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻകം ആണ്. സോ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഓർ ബിസിനസ് ഇൻകം ഈസ് rupees 1,28,000. So out of this rupees 5 lakh, 3,72,000 is agricultural income and the remaining amount of rupees 1,28,000 is non agricultural income. അപ്പൊ ഇതാണ് നമ്മൾ ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ മാനുഫാക്ചറിംഗ് കമ്പനീസിന്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റോ മെറ്റീരിയൽ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കേസിൽ വരുന്ന അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? മഞ്ഞ ക്ലിയർ ആണോ? മഞ്ഞ ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, then Adib, is it clear? Adib ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ആണോ? ഓക്കെ ഓക്കെ. ഫാത്തിമ റിഫ്ന ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ എന്താണ്? മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ അതിന്റെ പ്രൊസീജിയറാണ്. നമ്മൾ ഇന്നലെ മറ്റൊരു കേസ് പറഞ്ഞത് ചില സമയങ്ങളിൽ ചില കമ്പനീസ് ഉപയോഗിക്കുന്ന അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റോ മെറ്റീരിയൽ ആണ്. പക്ഷെ എന്തായിരിക്കില്ല, അത് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഏതെങ്കിലും റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കൺസേൺ ആണെങ്കിൽ അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫാമിൽ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാണ്. നമുക്ക് അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല അല്ലെ? കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എങ്ങനെ മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അതിന്റെ പ്രൊസീജിയർ പറയുന്ന ഇതാണ്. നമ്മൾ എന്ത് കോസ്റ്റ് ആണോ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ദീസ് പ്രൊഡ്യൂസ്, ആ ഒരു പ്രോഡക്റ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിന്റെ കൂടെ ഇൻകം ടാക്സ് അസസിംഗ് ഓഫീസർ ഈസ് ദി അതോറിറ്റി ഫോർ അസസിംഗ് ദി ടോട്ടൽ ഇൻകം ഓർ ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റിയും ടോട്ടൽ ഇൻകവും അസസ് ചെയ്യുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ് അസസിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അസസിംഗ് ഓഫീസർക്ക് റീസണബിൾ ആണെന്ന് തോന്നുന്ന ഒരു പ്രോഫിറ്റിന്റെ എമൗണ്ട് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെയാണ് മാർക്കറ്റ് വാല്യൂ ആയിട്ട് കണക്കാക്കുക. മൊത്തം വന്ന കോസ്റ്റിന്റെ കൂടെ ഒരു റീസണബിൾ എമൗണ്ട് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി? നമുക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ കിട്ടും.
ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ അതിൽ അസ്യൂം ചെയ്യേണ്ടത്. മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഓൾറെഡി നമുക്കത് വാങ്ങുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് നോക്കാം. എ ഫാക്ടറി മാനുഫാക്ചേഴ്സ് certain goods which require such agricultural raw material which is not available in the market. Hence the factory itself grows it on which the following expenses are incurred. അപ്പോൾ ഒരു ഫാക്ടറിക്ക് ഒരു പ്രത്യേക പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽ വേണം. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവർ സ്വന്തമായിട്ട് അത് ആ ഫാക്ടറി തന്നെ അത് കൾട്ടിവേറ്റ് ചെയ്യാണ്, അവരത് കൃഷി ചെയ്തുണ്ടാക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ് താഴെ പറയുന്നത്. അതിന്റെ പ്ലഫിംഗ് എക്സ്പെൻസസ് അല്ലെ, നിലം ഉഴുതുമറിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവ് 2800 രൂപ. മെനർ അല്ലെ, വളം വിടലുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവ് 3200 രൂപ. സീഡ്, അത് വിത്തിറക്കാൻ വേണ്ടി വരുന്ന ചെലവ് 1000 രൂപ. ഇറിഗേഷൻ എക്സ്പെൻസസ്, ജലസേനയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് 1800 രൂപ. വേജസ് ഓഫ് അഗ്രികൾച്ചറൽ ലേബർ, തൊഴിലാളികളുടെ കൂലി ഇനത്തിൽ വരുന്ന എമൗണ്ട് 4000 രൂപ. ഗ്രൗണ്ട് റെന്റ്, വാടക എടുത്താണെങ്കിൽ അതിന് വാടകയായിട്ട് കൊടുക്കേണ്ടത് ലാൻഡിന്റെ റെന്റ് എന്ന് പറയുന്നത് 1200 രൂപ. അതർ അഗ്രികൾച്ചറൽ എക്സ്പെൻസസ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എക്സ്പെൻസുകൾ 1400 രൂപ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫാക്ടറിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബിസൈഡ്സ് ദി above expenses, the assessing officer assessed a reasonable amount of profit on the above work to be ₹6,000. അപ്പൊ അസസിംഗ് ഓഫീസർ അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടേണ്ട റീസണബിൾ എമൗണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. അപ്പൊ 6000 ആണ് റീസണബിൾ ആയിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ വർക്കിന് വേണ്ടി വരുന്ന ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അതിന്റെ എമൗണ്ട് 6000 പറയുന്നുണ്ട്. ഇത് പ്രോഫിറ്റ് ഓഫ് ദി ഫാക്ടറി ഈസ് ₹80,000. ഫൈൻഡ് ഔട്ട് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ബിസിനസ് ഇൻകം. ഈ ഫാക്ടറിയുടെ ആ ഒരു പ്രീവിയസ് ഇയറിലെ ഇൻകം എന്ന് പറയുന്നത് 80,000 രൂപയാണെങ്കിൽ, പ്രോഫിറ്റ് 80,000 rupees ആണെങ്കിൽ അതിൽ എത്ര രൂപ അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും, എത്ര രൂപ ബിസിനസ് ഇൻകം ആയിരിക്കും. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പ്രോഡക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിറ്റർമിൻ ദി മാർക്കറ്റ് വാല്യൂ. ദാറ്റ് ഈസ് ദി total agricultural expenditure or the cost of cultivation plus a certain a reasonable amount of profit that is approved by the income tax assessing officer. Okay, so let us discuss the thing. അപ്പോൾ നമ്മൾ എല്ലാ എക്സ്പെൻസും കൊടുക്കണം. ആദ്യം പ്ലഫിംഗ് എക്സ്പെൻസസ് 2800, തന്നപോലെ തന്നെ മെനൂർ എക്സ്പെൻസസ് 3200, സീഡ് എക്സ്പെൻസസ് ₹1000, ഇറിഗേഷൻ ചാർജസ് ₹1800, wages for the agricultural laborers ₹4,000, ground rent ₹1,200, other agricultural expenses ₹1,400. അല്ലെ, ഇത്രയും എമൗണ്ട് കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ കൂട്ടുന്ന സമയം നമുക്ക് കിട്ടുന്ന എമൗണ്ട് 15,400 rupees ആണ്. 15,400 രൂപയാണ് ഇത്തരത്തിൽ വന്ന മൊത്തം ചെലവ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ 6000 രൂപ അസസിംഗ് ഓഫീസർ അപ്രൂവ് ചെയ്യുന്ന 6000 രൂപ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21,400. സോ ഹിയർ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫാക്ടറി ഇറ്റ്സെൽഫ് ഈസ് ₹21,400. 21,400 rupees ആണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ വരിക. നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കുറക്കണം, കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ കുറക്കണം അല്ലെ. അത് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത ₹15,400 ആണ്. അപ്പൊ 15,400 രൂപയാണ് വന്ന അഗ്രികൾച്ചറൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ₹6,000. ഇങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിനകത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത എമൗണ്ട് തന്നെയാണ് എന്തായിട്ട് വരിക, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് വരിക. ഓക്കെ, പക്ഷെ നമ്മൾ അതിന്റെ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണെന്ന് മാത്രം. നമ്മൾ മൊത്തം അഗ്രികൾച്ചറൽ എക്സ്പെൻസിന്റെ കൂടെ ആ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കൂടെ കൂട്ടി മാർക്കറ്റ് വാല്യൂ എടുക്കണം. എന്നിട്ട് മാർക്കറ്റ് വാല്യൂ എമൗണ്ട് നിന്ന് കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കുറക്കുന്നു. അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 6,000 rupees ആണ്. ₹6,000 is the amount of agricultural income. As the total profit of this factory is ₹80,000, the remaining amount of profit shall be non-agricultural income or business income. അല്ലെ, അപ്പൊ ₹80,000 ആണ് മൊത്തം ബിസിനസിന്റെ ഫാക്ടറിയുടെ പ്രോഫിറ്റ് ഉള്ളത്. ആ 80,000 നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ 6,000 കുറച്ചാൽ ബാക്കി വരുന്ന 74,000 ആണ് ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലാത്ത
അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്ന കൺസേൺസിന്റെ കേസിൽ നമ്മൾ കോമ്പോസിറ്റ് ഇൻകത്തെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. business profit is taxable income and ₹6,000 is agricultural income exempt from tax. അത് എക്സംപ്റ്റ് ചെയ്യുന്ന ഇൻകം ആണ്. അപ്പൊ ഇതാണ് കോമ്പോസിറ്റ് ഇൻകത്തിന്റെ സെപ്പറേഷനിൽ വരുന്ന രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഗ്രീഷ്മ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ ഗ്രീഷ്മ? ക്ലിയർ ആണ് സർ. ആണ്. കാവേരി ഓക്കെ ആണ്? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ അഗ്രികൾച്ചറൽ ഇൻകവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇന്ത്യയിലേതാണ് കേട്ടോ. ഇന്ത്യക്ക് പുറത്തുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന ഒരാൾക്ക് ഒരു ഇന്ത്യക്കാരന് ഇൻകം കിട്ടുകയാണെങ്കിലും ആ ലാൻഡ് ഉള്ളത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്തല്ല, എക്സംപ്റ്റ് അല്ല, ടാക്സബിൾ ആണ്. അപ്പൊ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന, നമ്മൾ ആ ഡെഫിനിഷൻ അതിന്റെ പഠിച്ചത് അങ്ങനെയാണ്, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാൻഡിലൂടെ കിട്ടുന്ന ഇൻകം മാത്രമേ നമ്മൾ ഈ എക്സംഷന് വേണ്ടി അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. ഇന്ത്യക്ക് പുറത്തുള്ള ലാൻഡ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പൊ എനിവേ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി ചില സമയത്ത് നമ്മൾ ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഗ്രികൾച്ചറൽ ഇൻകത്തെയും അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകത്തിന്റെ കൂടെ കൂട്ടും. അങ്ങനെ കൂട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ഏത് സമയത്താണ് ഒരാളുടെ അഗ്രികൾച്ചറൽ ഇൻകം അദ്ദേഹത്തിന്റെ മറ്റുള്ള ഇൻകത്തിന്റെ കൂടെ കൂട്ടുക? അപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, 80,000 രൂപ. നമുക്ക് ലാസ്റ്റ് രണ്ട് എക്സാമ്പിളിനകത്ത് 80,000 രൂപ എന്തായിരുന്നു? 80,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് ആണ് മൊത്തം ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ആ 80,000-ൽ 6,000 രൂപ അദ്ദേഹത്തിന്റെ അഗ്രികൾച്ചറൽ ഇൻകം, ആ ബിസിനസിന്റെ അഗ്രികൾച്ചറൽ ഇൻകം ആയിരുന്നു. ബാക്കി 74,000 രൂപ 74,000 ബിസിനസ് ഇൻകം ആയിരുന്നു. അപ്പൊ ഒരേ സമയത്ത് അവർക്ക് രണ്ട് ഇൻകം ഉണ്ട്, ബിസിനസിന്റെ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ അതല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, ഒപ്പം തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് ഇൻകം വരുന്ന സമയങ്ങളിൽ ചില സിറ്റുവേഷനിൽ, എല്ലാ സമയത്തും ഇല്ല, ചില സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അഗ്രികൾച്ചറൽ ഇൻകത്തെ അദ്ദേഹത്തിന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ ചേർത്തിട്ടാണ് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോ അതാണ് ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. When the agricultural income is a part of total income for calculation of tax liability, this process is called integration of agricultural income. അപ്പൊ ഏത് കേസിലാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം മറ്റുള്ള ഇൻകത്തിന്റെ കൂടെ കൂട്ടേണ്ടത്? താഴെ രണ്ട് കണ്ടീഷൻസ് കൊടുത്തത് കാണാൻ പറ്റും അല്ലെ. ഒന്ന്, ഇഫ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് ₹5,000, ഒരു അസസിയുടെ അഗ്രികൾച്ചറൽ ഇൻകം 5,000 രൂപയിൽ കൂടുതലാണെങ്കിൽ 5,000 rupees കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടാവണം. ആൻഡ് ഒപ്പം എന്തുകൂടെ വേണം, നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് മിനിമം എക്സംഷൻ ലിമിറ്റ്. നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന എമൗണ്ട് മിനിമം എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുകയും ചെയ്യണം. മിനിമം എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടാവുകയും അതേ അസസിക്ക് തന്നെ 5,000 rupees കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ കൂട്ടുക. അപ്പൊ എന്താണ് ഈ മിനിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ടാക്സ് റേറ്റ് ഒക്കെ പറയുന്ന സമയത്ത് പഠിച്ചൊരു ടേമാണ് മിനിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്ന എമൗണ്ട്. എന്താണ് മിനിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഫവാസെ മിനിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് ഫവാസ്. അത് അയാൾക്ക് ഇത്ര ക്യാഷ്, അതിനെ ആ ഒരു എമൗണ്ട് ആണെങ്കിൽ അത് എക്സംപ്റ്റ് ഒഴിവാക്കി വിടും, അതിനുശേഷമുള്ളത് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ ഒരാൾക്ക് എത്രയാണ് കിട്ടുന്ന എക്സംപ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്? ഇഫ് എ പേഴ്സൺ ഇസ് എ സീനിയർ സിറ്റിസൺ, എത്ര എമൗണ്ട് ആണ് മിനിമം എക്സംപ്ഷൻ ലിമിറ്റ് വരിക? ഫവാസ്. 5 lakhs അല്ലേ? 5 lakh സൂപ്പർ സീനിയർ. 3 lakh rupees ആണ് വരുന്നത് കേട്ടോ. 3 lakhs. ഓക്കെ. മുഫീദ് എന്ന് പറഞ്ഞ മുഫീദ എങ്ങനെയാ വരുന്നത്? മുഫീദ, മിനിമം എക്സംപ്ഷൻ ലിമിറ്റ് എങ്ങനെയാ വരുന്നത്?
മുഫീദ പ്ലീസ്. മുഫീദ കേൾക്കുന്നില്ല. രണ്ട് മുഫീദ ഉണ്ട് അല്ലെ? മുഫീദ NT, മുഫീദ ഉണ്ട്. മുഫീദ NT പറയും. മുഫീദ കൺഫ്യൂഷൻ ആണ് ഏത് മുഫീദയാണെന്നത്. മുഫീദ പറഞ്ഞോളൂ. എനിക്കറിയില്ല. ഹലോ, അറിയില്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. ടാക്സ് പഠിക്കുമ്പോൾ ഒന്നും അറിയില്ലെന്ന് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് പഠിപ്പിക്കുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ, ക്ലിയർ ആയോ, ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്നോട് അറിയില്ല എന്ന് പറയരുത് കേട്ടോ, നിങ്ങൾക്ക് സങ്കടാവും. ഓക്കെ, നാസിയ ഇർഫാന പറയൂ. നാസിഹ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, റബീഹ പ്ലീസ്. വാട്ട് അബൌട്ട് മിനിമം എക്സംഷൻ ലിമിറ്റ്? ഹലോ, റബിയ പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. റബിയക്ക് എന്തോ നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ. രേവന്ത് വാട്ട് അബൌട്ട് മിനിമം എക്സംഷൻ ലിമിറ്റ്? രേവന്ത് പ്ലീസ്. ഹലോ, രേവന്ത് പറയൂ. മാക്സിമം മിനിമം കൊടുക്കേണ്ട ഒഴിവാക്കാൻ കഴിയുന്ന പൈസ ടാക്സ് അത് എത്രയൊക്കെയാണ് വരിക? അത് അതർ ഇൻഡിവിജ്വലില് 2,50,000. ഓക്കെ, വെരി ഗുഡ്. സീനിയറില് 3 ലക്ഷം. ഓക്കെ, ഗുഡ്. സൂപ്പർ സീനിയറില് 5 lakh. ഓക്കെ രേവന്ത്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മിനിമം എക്സംഷൻ ലിമിറ്റ് പഠിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു അസസിക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത ലിമിറ്റ് ആണ് മിനിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന 2 കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം 5,000 രൂപയിൽ കൂടുകയും അല്ലാത്ത ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം മിനിമം എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു അതർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലാത്ത ഇൻകം 2.5 ലക്ഷം രൂപയിൽ കൂടുതലും അഗ്രികൾച്ചറൽ ഇൻകം 5,000 രൂപയിൽ കൂടുതലും ആവണം. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷം രൂപയിൽ കൂടുതൽ അതർ ഇൻകവും 5,000 രൂപയിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻകവും ഒരേ സമയത്ത് ഉണ്ടാവണം. സൂപ്പർ സീനിയേഴ്സ് ആണെങ്കിൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകവും 5,000 രൂപയിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻകവും ഉണ്ടാവണം. അപ്പൊ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഫുൾഫിൽ ചെയ്യുന്ന ഒരു അസസി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ കൂടെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ കൂട്ടിയിട്ടാണ് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്താണ് വരിക, ഏത് രീതിയിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക? അടുത്ത സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ടാക്സേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കമ്പ്യൂട്ടിങ് ആൻ അഗ്രിഗേറ്റ് ഇൻകം. നമ്മൾ ആദ്യം ഒരു അഗ്രിഗേറ്റ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നു. അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മറ്റൊന്നുമല്ല, ടോട്ടൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം. ടോട്ടൽ ഇൻകം ഹിയർ മീൻസ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം. ടോട്ടൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം മീൻസ് അഗ്രിഗേറ്റ് ഇൻകം. ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അതിനകത്ത് കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാളുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 10,000 rupees ആണ്, 10,000 രൂപയാണ്. ഇദ്ദേഹത്തിന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം അതല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 5 ലക്ഷം രൂപയുമാണ്. ഒരു 4 ലക്ഷം രൂപയ്ക്കുണ്ട്, 4 ലക്ഷം രൂപയാണ്. ഇതൊരു അതർ കാറ്റഗറി ഇൻഡിവിജ്വൽ ആണ് എന്ന് പറയുമ്പോൾ 59 അതിൽ താഴെയും മാത്രം പ്രായമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഇതിന് മിനിമം എക്സംഷൻ ലിമിറ്റ് 2 ലക്ഷമാണ്. നേരത്തെ രേവന്ത് പറയുകയുണ്ടായി, 2.5 ലക്ഷമാണ് മിനിമം എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് എന്തുണ്ട്? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട് ഇവിടെ. അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ 5,000 കൂടുതൽ അല്ലെ, ₹10,000 ഇൻകം ഉണ്ട് ഇവിടെ, അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ ഈ 2 കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യുന്നത് അതിന്റെ കാൽക്കുലേഷൻ ഓഫ് അഗ്രിഗേറ്റ് ഇൻകം ആണ്. അഗ്രിഗേറ്റ് ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു അഗ്രികൾച്ചറൽ ഇൻകം പ്ലസ്
minimum exemption, sorry, total income plus agricultural income. Total income in the agricultural income. The total income the other income that is rupees 4 lakh. Then 4 lakh plus agricultural income 10,000. So rupees 4 lakh 10,000 is the amount of aggregate income. That is aggregate income in the amount. The next step A and we are computing tax on aggregate income. Aggregate income tax compute. Aggregate income tax example aggregate income 4 lakh 10,000. Tax compute just 2 lakhs tax tax nil. Ini ബാക്കിയുള്ള income എന്ന് പറയുന്നത് 1,60,000 income ഉള്ളത്. ആ 1,60,000 നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 5% ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അല്ലേ 5%. 1,60,000 5% എന്ന് പറയുമ്പോൾ എത്ര വരും? rupees 8,000 വരും. അല്ലേ 8,000. ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുക 8,000 rupees ആണ് നമുക്ക് ടാക്സിന്റെ എമൗണ്ട് കിട്ടുക. rupees 8,000. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എ എന്ന് പറഞ്ഞ എമൗണ്ട് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അഗ്രിഗേറ്റ് കമ്പ്യൂട്ട് ചെയ്തു. അഗ്രിഗേറ്റ് ഇൻകത്തിന്റെ ടാക്സ് ലെവലിൽ സാധാരണ പോലെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടിയ എമൗണ്ട് rupees 8,000 ആണ്. ഇനി ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്? ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് rupees 10,000 ആണ് അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ കണ്ടത് അല്ലേ. എന്നാൽ ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ഈ ഒരു സ്റ്റെപ്പില് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് വെറും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദാറ്റ് ഇസ് എ ടോട്ടൽ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് മിനിമം എക്സംഷൻ ലിമിറ്റ്. അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ മിനിമം എക്സംഷൻ ലിമിറ്റ് കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബിയിൽ നമ്മൾ ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഹിയർ റെഫേഴ്സ് ടു ദി ടോട്ടൽ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് മിനിമം എക്സംഷൻ ലിമിറ്റ്. സോ കം ടു യുവർ എക്സാമ്പിൾ. there agricultural income എന്ന് പറയുമ്പോൾ എന്താണ് വരിക? അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം rupees 10,000 ആണ് അല്ലെ. 10,000 rupees ആണ് അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത്. ആ 10,000 കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? മിനിമം എക്സംഷൻ ലിമിറ്റ് ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അസസിയുടെ ഏജിനനുസരിച്ച് ഏതാണോ അദ്ദേഹത്തിന് ബാധകമായ മിനിമം എക്സംഷൻ ലിമിറ്റ് എങ്കിൽ, in our example the assessee belongs to other category of individuals, so his minimum exemption limit is rupees 2,50,000. then his total income, his agricultural income for this purpose shall be the amount of agricultural income 10,000 plus new exemption limit of rupees 2,50,000, that is rupees 2,60,000. Here agricultural income is equal to rupees 2,60,000. Then we are computing, in second step we are computing the tax on this income of rupees 2,60,000. What shall be the income? Then up to rupees 2,50,000, as we see in it is rupees nil, there is no tax liability. Then the remaining amount of rupees 10,000, then that is taxable at 5%, that is rupees 500. Okay, so as per B, the amount of tax is rupees 500. അതിൽ ബി നമുക്ക് കിട്ടുന്ന എമൗണ്ട് rupees 500, 500 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. Agricultural income here means agricultural income plus minimum exemption limit. In our example, it is rupees 2,60,000. Then tax on rupees 2,60,000 is rupees 500. So A 8,000, B 500. Okay, then we are moving to the next step in calculation of tax liability. Then we are taking the difference of A and B. നമ്മൾ എയുടെയും ബിയുടെ ഡിഫറൻസ് എടുക്കുകയാണ്. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, ദാറ്റ് ഇസ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. സോ സി tax on total income. Tax on total income is equal to A minus B. That means tax on aggregate income minus tax on agricultural income. In our example, tax on aggregate income already we computed, that is rupees 8,000. Then tax on agricultural income as per step B, that is rupees 500. So 8,000 minus 500, that shall be the tax on total income. Okay, A minus B, that is total income. That is rupees 7,500. That's total income tax is 7,500 rupees ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക.
ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയൊക്കെ സാധാരണ റൂൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ ഈ രീതിയിൽ ചെയ്യണം. ബേസിക് ടാക്സ് മാത്രമേ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ റിബേറ്റ് ഒന്നും എടുത്തിട്ടില്ല ഇതിനകത്ത്. നമ്മൾ സ്റ്റെപ്പ് എയിൽ ചെയ്തത് എന്താണ്? 4,10,000 ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു. സ്റ്റെപ്പ് ബിയിൽ നമ്മൾ 2,60,000 ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു അല്ലെ? ഇനി നമ്മൾ ഇത് എയിൽ നിന്ന് ബി കുറക്കുമ്പോൾ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അസസിയുടെ അഗ്രിഗേറ്റ് ഇൻകം എത്രയേ ഉള്ളൂ? 4,10,000 ഉള്ളൂ. 5 ലക്ഷം വരെ ഇൻകം ഉള്ളവർക്ക് എന്ത് കിട്ടും? റിബേറ്റിന്റെ എമൗണ്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിബേറ്റിന്റെ എമൗണ്ട് ഈ കേസിൽ കുറക്കണം. റിബേറ്റിന്റെ എമൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിബേറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ ടാക്സ് ഓർ ₹12,500 വിച്ച് എവർ ഈസ് ലെസ്. അപ്പൊ ഈ കേസിലാകുമ്പോൾ 7,500 is the actual tax. That is compared to ₹12,500 whichever is less. So the least amount is ₹7,500. That's why the tax liability of this particular assessee will be nil. Okay. അതേ സമയത്ത് റിബേറ്റ് ബാധകമല്ലെങ്കിൽ നമ്മൾ ടാക്സ് ഓൺ ടോട്ടലിംഗ് നമുക്ക് കിട്ടും. സാധാരണ ബാധകമായതുപോലെ നമ്മൾ സർചാർജ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിന്റെ 4% ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്റഗ്രേഷൻ പ്രോസസ്സിനകത്ത് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിക്കും. എനി ഡൗട്ട്സ് എനിബഡി? ചോദിച്ചപ്പോൾ നിങ്ങൾ അറിയില്ല എന്ന് പറയുന്ന ഒരു മറുപടി പറയുന്നത് ദയവായിട്ട് നിങ്ങൾ അറിയും എന്ന് തന്നെ പറയാം. എനിക്കത് കേൾക്കാനാണ് ഇഷ്ടം. സൗരവ്, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ സൗരവ്? സൗരവ് കേൾക്കുന്നില്ലേ?